റഷ്യയിലെ കൂലി പട്ടാളത്തിൽ കുടുങ്ങിയ രണ്ടുപേരെ ഇനിയും മോചിപ്പിക്കാനായില്ല. കൂറാഞ്ചേരി സ്വദേശിയായ ജെയിൻ, ബിനീഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് ഒരു തൃശൂർ സ്വദേശി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഇലക്ട്രിക്കൽ ജോലിക്കായി റഷ്യയിലേക്ക് പോയ ഇരുവരും കൂലിപ്പട്ടാളത്തിൽ ചേരുകയായിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയവരെ ഇതുവരെ മോചിപ്പിക്കാനായിട്ടില്ല. തൊഴിൽ നൽകാനെന്നുള്ള വ്യാജേന നടത്തിയ ഒരു മനുഷ്യക്കടത്തായി തന്നെ ഇതിനെയും കണക്കാക്കാം. മറ്റു വിവരങ്ങൾ? രോഹിണി, തൃശൂർ കുറാഞ്ചേരി സ്വദേശികളാണ് ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കായി റഷ്യയിലേക്ക് പോയത്. അവിടെ വെച്ച് ഇത്തരത്തിൽ റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരുകയായിരുന്നു. കുറാഞ്ചേരി സ്വദേശിയായ ജെയിൻ, ബിനീഷ് എന്നിവരാണ് ഇങ്ങനെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതുവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഒരു തൃശൂർ സ്വദേശി നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അവസാനമായി വീട്ടുകാർക്ക് അയച്ച വോയിസ് മെസ്സേജ് ആണ്, അതായത് യുദ്ധം വീണ്ടും ആരംഭിച്ചു, ഈ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് റഷ്യ ഇവരെ വീണ്ടും പട്ടാളത്തിൽ യുദ്ധ ജോലികളിലേക്ക് കൊണ്ടുപോയി എന്നാണ് അവർ അവസാനം പറയുന്നത്. സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. ഈ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരെയും മടക്കി കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിക്കുകയും ഭൂരിഭാഗം ആളുകൾ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കുടുംബം ഇപ്പോഴും ആശങ്കയിലാണ്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.